നല്ല പൊരിച്ച കോഴിന്റെ ബിരിയാണി ഉണ്ടാക്കാം. വായോ വായോ. അപ്പോൾ 1 കിലോ ബിരിയാണി ചെയ്യാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തൈര് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. ഈ സമയം നമുക്ക് അരി നന്നായി കഴുകിയെടുക്കാം. 1 കിലോ അരിയാണ്, ജീരകസാല അരിയാണ് എടുത്തിരിക്കുന്നത്. അളവ് കപ്പിൽ 2 കപ്പ് അളവ്. അപ്പോൾ 2 കപ്പ് അളവിന് ഞാൻ 4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, അരമുറി ചെറുനാരങ്ങ നീരും, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കസ്കസ, ബിരിയാണി ഇലയും കൂടി ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായി വേവിക്കുക. ഈ സമയം സവാളയൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. സവാള സ്ലൈസായി അരിഞ്ഞത് നമ്മൾ കൈ കൊണ്ട് നന്നായി നുറുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരേ പാകത്തിനായി കഴിഞ്ഞാൽ സവാള നന്നായി ക്രിസ്പിയായി വരും. സവാളയിലോട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സവാളയ്ക്ക് ടേസ്റ്റും ക്രിസ്പിനെസ്സും കൂടും. സവാളയും ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റി വെച്ചു. ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും സവാള. ഇനി അതേ എണ്ണയിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അതേ എണ്ണയിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് തിരിച്ചും മറച്ചിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ ചിക്കനും കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇതേ ചട്ടിയിലാണ് നമ്മൾ ഗ്രേവി ചെയ്യണത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിന് കുറച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂണ് തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മളിത് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാൽ ഈ ചിക്കനിൽ കിടന്ന് വറ്റണം. ചിക്കനിൽ വറ്റി നല്ല തിക്ക് ഗ്രേവി ആവണ വരെ വറ്റിക്കുക. ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഗ്രേവി റെഡി. അപ്പോൾ ചോറ്, കാഷ്നട്ട്, സവാള എല്ലാം റെഡിയാണ്. ഒരു പാത്രത്തിലോട്ട് നെയ്യൊഴിച്ച് ഫസ്റ്റ് ലെയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത്, സെക്കൻഡ് ലെയർ മല്ലിയില, പുതിനയില, സവാള, കാഷ്നട്ട്, ചിക്കൻ ഗ്രേവി, തിരിച്ചു വീണ്ടും ചോറ്, ചിക്കൻ ഗ്രേവി, കാഷ്നട്ട്, തിരിച്ച് വീണ്ടും ചോറ്. അങ്ങനെ ലാസ്റ്റ് ലെയറിൽ നമ്മൾ കുങ്കുമപ്പൂവ് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ്, ഒരു 1/4 ടീസ്പൂണ് പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 15 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒരു 10 നിമിഷം കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി കേരള സ്റ്റൈലിൽ പൊരിച്ച കോഴി ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം ആ സവാള കടിക്കുമ്പോഴുള്ള ചെറിയ മധുരവും കാഷ്നട്ടും കിസ്മിസും കടിക്കുമ്പോഴുള്ള ടേസ്റ്റും ഇതൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വേൾഡ് കമൻറ്റ്സ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അടുത്തേക്ക് ഇനി പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യില്ലേ? അപ്പോൾ ഈ ഒരു ബിരിയാണി അടുത്ത ഞായറാഴ്ച ഈ ഒരു ബിരിയാണി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ബൈ ബൈ.